ലോകമൊട്ടാകെ അംഗീകരിച്ചിട്ടും സംസ്ഥാനത്തിന്റെ വ്യാവസായിക പുരോഗതിയെ അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവിന് മനസ്സില്ല. ഇനിയിപ്പോ കൂടെയുള്ളവർ നേരം വെളുത്തു എന്ന് പറഞ്ഞാലും ഞാൻ കണ്ണു തുറക്കില്ല എന്ന പിടിവാശിയിലാണ് വി.ഡി. സതീശൻ. നേരാവണ്ണം നേരം വെളുത്തു എന്ന് പറയുന്നതിന് കൂടെ ഉള്ളവർ ആയാലും അംഗീകരിച്ചു കൊടുക്കാതിരുന്നാൽ കഴിഞ്ഞില്ലേ എന്നതാണ് ഭാവം. സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയതും പ്രശംസിച്ച് ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം.പി. എഴുതിയ ലേഖനത്തെ തള്ളിയാണ് വി.ഡി. സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ തമ്മിൽ തല്ലും കുതുകാൽ വെട്ടും കൊണ്ടാണ് കോൺഗ്രസ് അവരുടെ സ്വന്തം അടിത്തറ ഇളക്കിയത്. കോൺഗ്രസിലെ തമ്മിൽ തല്ല് ഒരു ആദ്യ സംഭവമല്ല. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലേറ്റ് ടൈഗർ എന്ന ലേഖനത്തിലാണ് കണക്കുകൾ ഉദ്ധരിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വ്യവസായ കുതിച്ചുചാട്ടത്തെ തരൂർ വിവരിച്ചത്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും യു.ഡി.എഫ് മാധ്യമങ്ങളും വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിന്റെ തലക്കിട്ട് അടിച്ചുകൊണ്ട് തരൂരിന്റെ ലേഖനം. കൃത്യമായ കണക്കുകളും വസ്തുതകളും അവതരിപ്പിച്ച് കോൺഗ്രസ് എം.പി തന്നെ ലേഖനവുമായി എത്തിയതോടെ വെട്ടിലായ പ്രതിപക്ഷ നേതാവ് മുഖം രക്ഷിക്കാനായാണ് ഇപ്പോൾ പൊള്ളവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളം വ്യവസായ സൗഹൃദമല്ലെന്നും ഇനിയും ഒരുപാട് വളരാനുണ്ടെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. ഇനിയും വളരാനുണ്ടെന്നത് സത്യം. അതായത് കേരളം വികസനത്തിന്റെ പാതയിൽ തന്നെയാണ് എന്ന്. ഇനിയും വളരാൻ അടുത്ത ഭരണം കൂടി പിണറായി സർക്കാർ പിടിക്കുമ്പോൾ സമയമുണ്ട്. അപ്പോൾ വികസനം ഓരോ 5 വർഷത്തിലും കൂടിക്കൊണ്ടേയിരിക്കും. അല്ലാതെ കോൺഗ്രസിന്റെ കാലത്തെ പോലെ വികസനം കേവലം കടലാസിൽ ഒതുങ്ങി പോകുന്നില്ല. ഏത് കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് ശശി തരൂർ ഇതെല്ലാം പറഞ്ഞതെന്നും സതീശൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ കണക്കുകളും വസ്തുതകളും നിരത്തിയാണ് കേരളത്തിന്റെ വളർച്ചയെ പറ്റി ശശി തരൂരിന്റെ ലേഖനം. അല്ലെങ്കിലും അത്ര ബോധ്യമല്ലാത്ത വിവരമില്ലാത്ത ഒരാളാണ് തരൂർ എന്ന് ആർക്കും അഭിപ്രായമില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വായിച്ചും നോക്കിയും ബോധ്യപ്പെടാനുള്ള വിവരവും വിദ്യാഭ്യാസവും അദ്ദേഹത്തിനുണ്ട്. ഇനി അതിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലിയിട്ട് കാര്യവുമില്ല. സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ അഭൂതപൂർവമായ വളർച്ച വ്യവസായ അന്തരീക്ഷം അത്യന്തം അനുകൂലമാക്കിയ ഈസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ 1ാം സ്ഥാനം, ചുവപ്പുനാട മുറിച്ചുമാറ്റി വ്യവസായ സാഹചര്യം ഒരുക്കൽ എന്നിവ തരൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ കുതിപ്പും ലേഖനം എടുത്തു പറയുന്നു. ആഗോള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ റിപ്പോർട്ട് പ്രകാരം സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടിയായി. 45 ലക്ഷം കമ്പനികളിലെ ഡാറ്റ വിശകലനം ചെയ്തുള്ള റിപ്പോർട്ടാണിത്. കഴിഞ്ഞ 18 മാസത്തെ മൂല്യം $170 കോടി രൂപയാണ്. 2021-23 ആഗോള വളർച്ച 46% കേരളം നേടിയത് 254%. 2 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാനുള്ള സംവിധാനവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ 29 സംസ്ഥാനങ്ങളിൽ 28ാം സ്ഥാനത്തായിരുന്ന കേരളം ഒന്നാമതെത്തിയതും ഏകജാലകത്തിലൂടെ അനുമതികൾ ലഭിക്കുമെന്ന സൗകര്യവും അത് കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് നടപ്പാകുന്നതും AI ഉൾപ്പെടെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന പുതിയ വ്യവസായ നയം കേരളം നടപ്പിലാക്കിയതും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് ബിസിനസിന്റെ കാര്യത്തിൽ ചെകുത്താന്റെ കളിസ്ഥലമാണെന്ന് താൻ പറയാറുണ്ട്. എന്നാൽ അതിൽ മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കേണ്ടത് തന്നെയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന നയം നടപ്പിലാക്കിയതും സംരംഭക വർഷം പദ്ധതിയിലൂടെ 2.9 ലക്ഷം MSMEകൾ സ്ഥാപിച്ചതും തരൂർ കൂട്ടിച്ചേർത്തു. എന്നാൽ വസ്തുതകളെ അംഗീകരിക്കാതെ കേന്ദ്രത്തിനൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെയും പിണറായി സർക്കാരിനെയും താറടിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നത്.